എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അരിയും ചെറുപയറും കൊണ്ട് നല്ല അടിപൊളി ഒരു പായസമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഓണത്തിന് മുൻപ് തയ്യാറാക്കി വെച്ചിരുന്നതാണ്. ചില തിരക്കുകൾ കൊണ്ട് എനിക്കിടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 1/4 കിലോയോളം ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് 1 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കടുകിടാനൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കഴുകി കുക്കറിലിട്ട് വേവിക്കുക. ഇവിടെ ഞാൻ 3/4 കിലോയോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഈ ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇവിടെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ശർക്കര എല്ലാം അലിയുന്നിടം വരെ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതിവിടെ എല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പായസരി, ഉണക്കലരി എന്നൊക്കെ പറയുന്നൊരു അരിയാണ്. ശരിക്കും ഈ അരിയല്ല, ഇതിൻ്റെ നുറുക്കലരിയാണ് നമുക്ക് വേണ്ടത്. എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ ഈ അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയണില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ചോറ് വേവിക്കുന്നത് പോലെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെന്തതിന് ശേഷം വെള്ളം വറ്റി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കത് ലാസ്റ്റ് അത് വറ്റിച്ചെടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വേകുന്നിടം വരെ തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ഇതിനധികം വേഗമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് വേവല്ല, കുറച്ച് വെന്ത് പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതുപോലെ ഞാൻ ചെറുപയറൊന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറുപയർ നമുക്ക് അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയും കൂടി ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കാൻ നിൽക്കാണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി മധുരം ഇല്ലെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മുടെ അരിയും ചെറുപയറും കുറച്ച് വെന്ത് പോയാലും പ്രശ്നമൊന്നുമില്ല. ശർക്കരയുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുമ്പോഴത്തേനും അത് കുറച്ചും കൂടെ കട്ടിയാകും. അപ്പോൾ പാകത്തിന് വേവാണെങ്കിൽ അത് കുറച്ച് കടിക്കുന്ന പോലെ കിട്ടും. ഇപ്പോൾ പായസത്തിന് കുറച്ചും കൂടെ നമ്മൾ വെന്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. ഈ അരിയിലേക്കും ചെറുപയറിലേക്കും നമ്മുടെ ശർക്കര പാനി ഒഴിച്ചത് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചാൽ പോരെ, അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിൽ പിടിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ഈ അരിയിലും ചെറുപയറിലൊക്കെ നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണേ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുവേ. അപ്പോൾ നമുക്കിതിലേക്ക് 2-ാം പാലും 3-ാം പാലും ഞാൻ ഒരുമിച്ച് അരിച്ചെടുത്ത് വെച്ചതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് കുറച്ചൊന്ന് കുറുകി വരണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് പായസത്തിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 പിടി കാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാഷ്നട്ടിൻ്റെയും മുന്തിരിയുടെയും ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റിമറിക്കാവുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറവ് വേണമെങ്കിൽ കുറവ് ചേർക്കാം. പക്ഷേ ഇത് അതിനകത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ്സോളം തേങ്ങ ഒന്ന് അരിഞ്ഞു വെച്ചതാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കനം കുറച്ച് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതും നല്ല ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിലേക്ക് മുന്തിരിയാണ് ഇടുന്നത്. അത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു പായസമാണ്. അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ അമ്മ അങ്ങനെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴൊക്കെ ഒത്തിരി പേർക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ മുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം.
അപ്പോഴേക്കും നമ്മുടെ പായസം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 7 ഏലക്ക ചതച്ചിടുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിടുന്നുണ്ട്. ഈ മധുരം എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ വാനില എസൻസിനൊക്കെ വെറും 23 രൂപയേ ഉള്ളൂ. അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് പായസത്തിന് കിട്ടുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വലിയ ടിന്നാണ് കിട്ടിയത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ഇപ്പോൾ പായസം ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങളിത് പിരിഞ്ഞതുപോലെ വരുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് തിളയ്ക്കുന്ന സമയത്ത് പിരിഞ്ഞതുപോലെ വന്നാലും ഇത് കുറുക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഈ ടേസ്റ്റ് നോക്കിയിട്ട് മധുരമൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ കുറുക്കം ഒത്തിരി കുറുക്കിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവിൻ പാൽ വേണമെങ്കിലും കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് കാഷ്നട്ടും മുന്തിരിയും തേങ്ങയും കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കണം. നിങ്ങൾ ഇതുപോലെ എൻ്റെ എന്തെങ്കിലും വിഭവങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക. jokitchendiaries@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.